സംസ്ഥാനത്തെ ലഹരി വിമുക്തമാക്കുകയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കറുടെ ലക്ഷ്യമെന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. ഇതിനായി എംപിമാരുടെ യോഗം വിളിക്കും. ക്യാമ്പസുകളെയും ലഹരി മുക്തമാക്കും. എല്ലാ മാസവും ഡ്രഗ് ഫ്രീ ഡേ ഉണ്ടാകും. പ്രചാരണ പരിപാടികളും പരിശോധനയും നടത്തും. ഹോസ്റ്റൽ നടത്തിപ്പിൽ മാതാപിതാക്കളെ ഭാഗമാക്കും. ക്യാമ്പസുകൾ ലഹരി മുക്തമാക്കാനുള്ള മാർഗരേഖ ഒരാഴ്ചയ്ക്കുള്ളിൽ പുറത്തിറക്കുമെന്നും VC അറിയിച്ചു. കേരളത്തിലെ മയക്കുമരുന്ന് വ്യാപനം എന്ത് വില കൊടുത്തും ചെറുക്കണമെന്നാണ് ഗവർണറുടെ തീരുമാനം. അതിന് ഗവർണർ തന്നെ നേരിട്ട് മുന്നോട്ടായിട്ട് ഇറങ്ങുകയാണ്. അത് കേരളത്തിലെ ക്യാമ്പസുകളിൽ വഴിയാണ് ഈ മയക്കുമരുന്നിൻ്റെ വ്യാപനത്തെ തടയാൻ പോകുന്നത്. കാരണം മയക്കുമരുന്ന് ഏറ്റവും അധികം വ്യാപനം നടക്കുന്നത് അഡോളസൻസ് ആയിട്ടുള്ള ആളുകളിലാണ്. 15നും 20നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളുടെ ഇടയിലാണ് ഇത് ഏറ്റവും അധികം ലോകമെമ്പാടും വ്യാപിക്കുന്നത്. ആ കുട്ടികളെല്ലാം തന്നെ കേരളത്തിലെ സർവകലാശാലകളിൽ പഠിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ സർവകലാശാലയിൽ പഠിക്കുന്ന 100% കുട്ടികളെയും ഡ്രഗ്സിൽ നിന്ന്, മയക്കുമരുന്നിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഗവർണർ എല്ലാ വൈസ് ചാൻസലർമാരെയും ഇവിടെ ക്ഷണിച്ചതും. എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും പ്രതിനിധികൾ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് തീരുമാനമെടുത്തിരിക്കുകയാണ്.